ഹായ് നമസ്കാരം. ഞാൻ അഖിൽ ഗോവിന്ദ്. ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന സിനിമ കണ്ടു. അതിന്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു സെലിബ്രേഷൻ മൂഡ് പടമാണ്. ഒരു ഫെസ്റ്റിവൽ സിനിമയാണ്. വിഷുവിനാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. വിഷുവിന് അടുത്തിട്ടാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കംപ്ലീറ്റ്ലി ഒരു പാക്ഡ് എന്റർടൈനർ പടമാണ്. ഇതൊരു ഭയങ്കര കഥയുള്ള വലിയ സംഘർഷ നിമിഷങ്ങളുള്ള ഭയങ്കരമായിട്ട് നമ്മളെ ഇമോഷണലി പീക്കിലേക്ക് എത്തിക്കുന്ന ഒരു പടമൊന്നുമല്ല. വളരെ ഡിഫറെൻ്റ് ആയിട്ട് എന്നാൽ സ്പോർട്സ് ജോണറിൽ വരുന്നൊരു സിനിമയാണ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഡിഫറെൻ്റ് ആവുന്നത് എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ കഥ കൊണ്ടല്ല, ഈ സിനിമയുടെ മേക്കിംഗ് കൊണ്ടാണ്. ഖാലിദ് റഹ്മാനാണ് ഈ പടം സംവിധാനം ചെയ്തിരിക്കുന്നത്. അയാളുടെ മുൻകാലങ്ങളിലുള്ള 4 സിനിമ എനിക്ക് ഓൾമോസ്റ്റ് വർക്കായ സിനിമയാണ്. അപ്പോൾ ഈ 5ാമത്തെ സിനിമയും എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരുപാട് സംഗതികൾ ഇതിലുണ്ട്. സ്പോർട്സ് ജോണറിലാണ് ഈ സിനിമ വരുന്നതെങ്കിലും നോർമലി സ്പോർട്സ് സിനിമയിൽ ഉണ്ടാവുന്ന കൺവെൻഷണൽ പാറ്റേണുകളൊക്കെ സിനിമ പൊളിക്കുന്നുണ്ട്. അതെങ്ങനെയാ പൊളിക്കുന്നത് എന്താന്നുള്ളത് സിനിമ കണ്ടെന്നെ അറിയണം. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എന്തായാലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നെസ്ലിൻ, ലുക്മാൻ, ഗണപതി എന്ന് തുടങ്ങി ഒരു പറ്റം യുവ താരനിരയുണ്ട് ഈ സിനിമയിൽ. പുതുമുഖങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. നമ്മൾ പല യൂട്യൂബ് ചാനലുകളിലൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറേ ഫേസസ് ഉണ്ട്, അല്ലാത്ത ആളുകളുണ്ട്. എല്ലാവരും ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് ഈ ചിത്രത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. എങ്ങനെയും നമുക്ക് എന്താ പറയുക, ഒരാളുടെ പെർഫോമൻസ് കുറവാണ്, മറ്റൊരാളുടെ പെർഫോമൻസ് സൂപ്പറാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഓൾമോസ്റ്റ് എല്ലാവരും ആ കഥാപാത്രങ്ങൾക്ക് വേണ്ടുന്ന നിലയിൽ, സിനിമ അർഹിക്കുന്ന നിലയിലുള്ള ഒരു പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞ് നമുക്ക് ഒരു വിഭാഗത്തെ വെക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു ഈക്വൽ സ്പേസ് സിനിമ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നെസ്ലിനാണ് ഒരു സെൻട്രൽ ക്യാരക്ടറിലേക്ക് വരുന്നത് എങ്കിലും നെസ്ലിന് ഒരുപാട് സ്പേസ് കൊടുത്തു ഓവറായിട്ട് കൊണ്ടുവരിക, അങ്ങനത്തെ ഒരു പരിപാടി അല്ല ചെയ്തിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളിൽ ഇവര് ഒരു മാറ്റം കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അത് ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ്. കാരണം ഒരു കമേഴ്ഷ്യൽ സിനിമയ്ക്കകത്ത് അത്തരം പരീക്ഷണങ്ങൾ ചെയ്യുമ്പം ഭയങ്കരമായിട്ടും നമുക്ക് പണി കിട്ടാൻ അല്ലെങ്കിൽ ചിലപ്പോൾ പാളി പോവാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അവിടെയാണ് ഈ ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്ന സംവിധായകനും ഈ പടത്തിന്റെ പ്രൊഡ്യൂസറും അതുപോലെ ഇതിന്റെ അണിയറ പ്രവർത്തകരും ഒക്കെ എടുത്ത എഫേർട്ട് എന്ന് പറയുന്ന ഒരു സാധനം. കാരണം അതൊരു ബ്രില്യൻ പരിപാടിയാണ്. ഓൾമോസ്റ്റ് ഈ പടത്തിൽ അത് വർക്കായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു സംഗതിയായിട്ടൊന്നല്ല അത് നിൽക്കുന്നത്. ത്രൂ ഔട്ട് അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ആസ് എ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറ്റുന്നുണ്ട്. 100% ഇത് ഒരു തിയേറ്റർ സിനിമയാണ്. നിങ്ങൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് തിയേറ്ററിൽ തന്നെ കാണാം. അതിനുശേഷം ഇത് OTT വന്നാലും ആ ഒരു ഇത് കിട്ടില്ല. ഇത് കംപ്ലീറ്റ്ലി ഒരു കമേഴ്ഷ്യൽ എന്റർടൈനർ സെലിബ്രേഷൻ ഫെസ്റ്റിവൽ മൂവിയാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളൊരു സിനിമ തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമയാണ്. കഴിയുന്നതും നിങ്ങൾ ഏതെങ്കിലും ട്രെയിലർ കണ്ട് റിവ്യൂസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് കാണണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ ഈ സിനിമ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഈ പടത്തിന്റെ സിനിമാറ്റോഗ്രാഫി, മ്യൂസിക്, എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റുകൾ എല്ലാം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര എൻജോയബിൾ ആയിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. ഭയങ്കര ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഈ സിനിമ തരുന്നുണ്ട്. കോമഡി, റൊമാൻറ്റിക്, സ്പോർട്സ് എന്റർടൈനർ ആണ് പടം. വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ ഒരു എന്റർടൈൻമെന്റ് ഫെസ്റ്റിവൽ സിനിമ കാണാനുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ പോവാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയായിരിക്കും ഇത്. അങ്ങനെ ഒരു സിനിമ കാണാൻ നിങ്ങൾക്ക് തീർച്ചയായും ടിക്കറ്റ് എടുക്കാം. ഈ സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ഓക്കെ, മറ്റൊരു ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് എത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി എത്താം. താങ്ക് യു സോ മച്ച്.